ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഗേറ്റ് കിടക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? എവിടെയോ ഞങ്ങൾ പോവാണ്. എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാണേലും ലോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അടുത്തോട്ടൊക്കെ നമ്മൾ പോയാൽ ഗേറ്റ് ഇങ്ങനെ അടച്ചു ചുമ്മാ തുറന്നിട്ടേച്ച പോയതോടെ തിരിച്ചു വരുമ്പം ഒട്ടും ചാരത്ത പോലും ഇല്ല. ഇത് പക്ഷെ കുറ്റി ഇട്ടേച്ചാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണത്. ശരിക്കും നമ്മൾ എവിടെ പോകുന്നത് എന്നോട് പറയുമോ? പറയത്തില്ല. കണ്ണൻ അറിയാണ ഇല്ല. എപ്പോ പറഞ്ഞടാ? ആറ്റിലോ? ആ ചിരി കണ്ടോ എന്റെ അപ്പന്റെ? കണ്ട കണ്ണടിക്ക് അത്രയ്ക്ക് കാണാ ചിരി. എവിടാ വാച്ചറ? എന്റെ പൊന്നു വാച്ചറല്ലേ, എന്നോടൊന്ന് പറ. ഒരു ഐഡിയ ഇല്ലാത്തൊരു പോക്കായതുകൊണ്ടാ ചോദിച്ചേ. തിരുവല്ലയിൽ എന്നാ സത്യം ഒരു കൊട പോലും എടുക്കാതെ വന്നേക്കുന്ന. മഴ പെയ്യാൻ തുടങ്ങി. മഴ നിന്നതുമില്ല മോനെ, മഴയുണ്ട്. ഒരു കൊട പോലും എടുത്തിട്ടില്ല. എവിടെയെങ്കിലും ചെന്നൊന്ന് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സമയം. ആ ചിരി കണ്ട മുഖത്തെ എല്ലാവരും പറ്റിച്ചെന്നുള്ളതിൻ്റെ ആ ചിരി കേടാ. കണ്ണാടിക്ക് എത്ര കാണാൻ എനിക്കിവിടെ ചിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ നേരെ തിരുവല്ലയ്ക്കാണ് പോകുന്നത്. തിരുവല്ലയിലൂടെ ഫിഷിൻ്റെ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. കാര്യം അച്ചു ഉണ്ടല്ലോ, അവള് ചുമ്മാ വണ്ടിക്കകത്ത് ഇരിക്കുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അവളൊരു പന്ന ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി. അതുകൊണ്ടാണ് പാവം അതിൻ്റെ ഡ്രസ്സൊക്കെ കട്ടോ. അതാ നിനക്ക് അപ്പനും പോലും ഞങ്ങൾ എത്ര പല്ലിട്ടിറങ്ങിയാലും നല്ല രസമാണ്. ആ ഞാൻ സത്യം പറഞ്ഞാൽ വേറെ പന്ന ചുരിദാർ തരത്തില്ല. മഴ പെയ്താൽ നനയൂല്ലോ, സ്കൂട്ടറിനല്ലേ പോകുന്നതെന്നൊക്കെ ഓർത്ത്. പിന്നെ ഓർത്ത് ഇത് ഒത്തിരി നാൾ അതിൽ ഇട്ടിട്ടെന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ എടുത്തിട്ടാ. അല്ല ഞാനിപ്പോൾ കൂറ ലുക്കായിരുന്നേ. ഇപ്പം ഞങ്ങൾ നേരെ തിരുവല്ലയിൽ ചെന്നിട്ട് അവിടുത്തെ ഫിഷിൻ്റെയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഇനി കാണാമേ. ഞാനായിട്ട് തളർത്തുന്നതല്ല. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നേ. ചുമ്മാ പിന്നെ ഇറങ്ങിയപ്പോൾ ചുമ്മാ ഒന്ന് ഒരുങ്ങിയത്. അല്ലെങ്കിൽ ചുമ്മാ മുടി വാരിക്കെട്ടി വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അങ്ങനെ ആകുമ്പോ അമ്മയും കാണാനും ഇറങ്ങിപ്പോ ഞാൻ എന്തായാലും വണ്ടിക്കകത്തിരിക്കുന്നു. ഞാൻ എവിടെയോട്ടും വരത്തില്ല. അതുകൊണ്ട് ഞങ്ങക്ക് പാടമായി. ഞങ്ങക്കിപ്പോ പാടം എല്ലാം പഠിച്ചു ഞങ്ങള്. ആഹാ, കൊടൈക്കനാലും മൂന്നാറൊക്കെ അങ്ങനെ പോവോ? അയ്യോ വലിയ കട്ടറായത്. അയ്യോ മൊത്തം കട്ടറാണല്ലോ ഇവിടെ. ഈ പന വഴിക്കൂടെ ആണ്. അപ്പുറത്തോടെ പോയാൽ മതിയായിരുന്നു. ആ നല്ല മഴയാണ്. ഞങ്ങൾ ഇവിടെ ഈ ഫിഷിൻ്റെ ഇവിടെ വന്നേ. പക്ഷേ 11 മണിക്കാണ് ഇവിടെ തുറക്കുന്നത്. കുറച്ചാളേ ഉള്ളൂ. എന്നാണേലും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. മഴയൊന്ന് ഇങ്ങോട്ട് ചേട്ടനും കണ്ണനോടെ വണ്ടി പാർക്കേണ്ട അങ്ങോട്ട്. അവരുടെ കുട പോലും ഇല്ല അല്ലേ. ഞങ്ങൾ ഇവിടുത്തെ സമയമോ കാര്യങ്ങളോ ഒന്നും അറിയാൻ മേലാതെ വന്നതാണ് കേട്ടോ. ഒരു പ്രതീക്ഷയുമില്ല, ഒന്നും പറഞ്ഞില്ല, ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്നുള്ളൊരു വരവ്. ഇങ്ങനെയാണ് ചേട്ടൻ്റെ തീരുമാനങ്ങളൊക്കെ. ബാസൻ എപ്പോഴും ഇങ്ങനെയാണ്. എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളോട്ട് കൊണ്ടുപോകത്തുമില്ല. അതല്ല, നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴത്തേക്ക് രാവിലെ പെട്ടെന്ന് റെഡി ആയിക്കുമ്പോൾ പോയേക്കാന്ന് പറയും. നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്തിറങ്ങാനുണ്ട്. അപ്പോൾ അതൊന്നും എന്നാലും രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അപ്പം അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്തേക്ക് കയറി കേട്ടോ. കയറുന്നിടത്ത് തന്നെ ഒരു മത്സ്യകന്യകയും ഒക്കെയുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തെപ്പറ്റി ഒരു ധാരണയില്ല. ഞാനിത് ആലപ്പുഴയിൽ ഇതിങ്ങനെ ഓരോന്നും കേക്കൊക്കെ ചെയ്താണ് അങ്ങനെ വീഡിയോയിലൂടെ ഒക്കെ കണ്ടതൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഇതിനകത്ത് കയറിയാൽ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിനകത്ത് ഒരു കുന്തവും ഇല്ലായിരുന്നേ. ചുമ്മാ വെറുതെ ആയിപ്പോയി. കുറേ മീനുകൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, അപ്പം കണ്ണനും ഞാനിവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തതൊക്കെ ഉള്ളൂ. അല്ലാതെ കയറിയപ്പം ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നല്ല ഇതാണെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് കയറുമ്പോൾ അത് കാണാം ഇത് കാണാമല്ലോ എന്നൊക്കെ ഉള്ള ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ചുവിനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് അച്ചു വന്നില്ല കേട്ടോ. അവൾ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് കയറിയപ്പോൾ മീനുകളൊക്കെ കുറേയൊക്കെ ഉണ്ട്. നമുക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഈ പാട്ടൊക്കെ ഇട്ടേക്കുന്നുണ്ടാണ്. ഞാൻ അതിനകത്ത് സൗണ്ടൊന്നും അതിങ്ങനെ എടുക്കത്തെ. എല്ലാം സിനിമയിലെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. പിന്നെ ഒരിതൊക്കെ വന്ന് നമ്മളിങ്ങനെ ഇതിനും ഇത് ഞാൻ ഇവിടെ റാന്നിയിൽ ഇന്നാളെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവിടെ വെച്ച് കണ്ട പോലത്തെ മീനും കാര്യങ്ങളും പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ വ്യത്യാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ തിരക്കില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു അതിനകത്ത്. ഞങ്ങൾ ഒരു
കൂടി വന്ന ഒരു 10 പേര് അത്രയേ ഉള്ളായിരുന്നു. 10 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേര്. അപ്പോൾ ഞങ്ങൾ അത്രയും പേരുണ്ട്. വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ പതിയെ കയറി കണ്ട് ഇങ്ങനെ അങ്ങ് പോയി. പക്ഷെ നമ്മൾ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. കുറേയും കൂടെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ എന്നേലൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ വലിയ മീനുകളും കുഞ്ഞു മീനുകളും ഒക്കെ ആയിട്ടുള്ള നല്ല ഇതുണ്ട്. പിന്നെ നമ്മളുടെ തലയ്ക്ക് മേളിലൂടെ ഇങ്ങനെ കൊച്ചു മീനുകളൊക്കെ ഇങ്ങനെ പോകുന്ന ഗ്ലാസ്സിനകത്ത് അതുമൊക്കെ കാണാനായിട്ട് കുറച്ചൊക്കെ കൊള്ളായിരുന്നു. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നി. അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കൊരു അതിനൊക്കെ ഒരു പ്രത്യേകത പോലെ തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം കണ്ടു. പക്ഷേ അതിനകമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. നമ്മളൊരു ഗുഹയിലോട്ട് കയറി പോകുന്ന പോലെ നമുക്ക് തോന്നി. ഇങ്ങനെ ഒരു ഒതുങ്ങിയ സ്ഥലം മാതിരി ഇതിട്ട് പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഇച്ചിരി നടക്കുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നായിരുന്നത്. നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാകും. അപ്പം ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കണ്ട് ശരിക്കും പറഞ്ഞാൽ മത്സ്യകന്യകയെ കാണാമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് വന്നത്. ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ സെറ്റ് ആക്കുന്നതേ ഉള്ളൂ. മത്സ്യകന്യകയൊക്കെ അവിടെ ഇരുന്നെല്ലാം റെഡി ആകുന്നതൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തും ഏണ്ടൊക്കെ പരിപാടി ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നെയല്ല മത്സ്യകന്യകയോട് ഭയങ്കര ഒരു സിമ്പതി ആയിപ്പോയി കേട്ടോ. സിമ്പതി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ലായിരുന്നു. ഒരു മാതാമയാണേ, പാവമുണ്ട്. അതിൻ്റെ ഇരിപ്പൊക്കെ കാണണം കേട്ടോ. അത് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇനി ആ വെള്ളത്തിലല്ലേ അവരുടെ കിടപ്പുന്ന കിടപ്പ് തന്നെയല്ല നമ്മൾ കുറച്ച് നേരമാണെങ്കിൽ പോലും നമ്മുടെ കൈയും കാലുമൊക്കെ ഒന്ന് ഇച്ചിരി നേരം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അനക്കാതൊക്കെ നേരം നമുക്ക് എന്നാ വേദനയായിരിക്കും. ഇവരതുപോലെ 2 കാലും കൂടെ ആ ഒരു ഇതിനകത്തോട്ടിട്ട് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരാ കാലൊന്ന് അവർക്കൊന്ന് അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്ന് മടക്കി നിവർത്തുക മാത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരിറങ്ങുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതിനകത്താണെങ്കിലും വലിയ സ്ഥലമൊന്നുമില്ല കേട്ടോ. അവർക്ക് 2 സൈഡിലും അവരുടെ കൈ തൊടാം. അവർക്ക് പിന്നെ ഈ ഓക്സിജൻ്റെ ഇതോ സംഭവങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ദാണ്ടെ കണ്ടോ, പാവം വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അവരവിടുന്ന് എല്ലാം സെറ്റായി ഡ്രസ്സെല്ലാം ആയിട്ട് അവരങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയിട്ടുണ്ടാവും ഒത്തിരി ഇതൊന്നുമില്ല. അവർ ഓരോ പ്രാവശ്യവും ഒന്ന് മുങ്ങിക്കഴിഞ്ഞേച്ച് അവർ പിന്നെ പൊങ്ങി മേളിൽ വന്നിട്ടാണ് ശ്വാസം എടുക്കുന്നത്. അത് എത്ര നേരം അവരങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും അവർ വെച്ച് വീണ്ടും അവരതുപോലെ തന്നെ വെള്ളത്തിലേക്ക് മുങ്ങും. അപ്പം എനിക്ക് അവരോടങ്ങൊരു ഭയങ്കര ഒരു സഹതാപം തോന്നി കേട്ടോ. ഭയങ്കര ഒരു വിഷമം. ജീവിക്കാൻ വേണ്ടിയല്ലേ കിടന്ന് ഈ കഷ്ടപ്പെടുന്നതെന്ന് ഓർത്തപ്പോഴത്തേക്ക് അവരിടയ്ക്ക് അവരുടെ കാലുടക്കോ അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരവിടെ നിന്ന് തന്നെ അതൊക്കെ ശരിയാക്കി എല്ലാം ചെയ്ത് അപ്പോൾ അവരവിടെ ഇരുന്ന് ആൾ കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫൊക്കെയാന്ന് തോന്നുന്നു. കുറേ മനുഷ്യരൊക്കെ അവിടെ ഉണ്ട്. അമ്മമാരെല്ലാം മത്സ്യകന്യകയുടെ അവിടെ നിന്ന് അവരെ വഴി നോക്കി നിൽപ്പുണ്ട്. അവരതിനകത്ത് കിടന്ന് നീന്തുന്നത് മാത്രം. ഇപ്പുറത്ത് മാത്രം ആരും നോക്കാനും ഇല്ല എടുക്കാനും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഇവിടെ നോക്കി കുറച്ച് നേരത്തേക്ക് എനിക്ക് എന്നത് ഭയങ്കര വിഷമം വന്നു. ഞാൻ പറഞ്ഞു നമുക്കിനി അപ്പുറത്തെ സൈഡിലൊക്കെ പോയി അവിടുത്തെയൊക്കെ എന്നേലൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പുറത്തോട്ടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് അവിടോട്ട് പിന്നെ ഈ ഫിഷിൻ്റെ ഒന്നുമില്ല. ഈ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാ പരിപാടിയും നടക്കുമ്പോൾ ഈ ഡെമോ കാണിക്കുന്ന ഈ ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോയി അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത്രയും നേരം നിന്നിങ്ങനെ കണ്ടെങ്കിലും എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡൈനിങ് ടേബിളൊക്കെ നല്ല ഇത് കണ്ടു. ഇതൊരു ഡൈനിങ് ടേബിളാണ്. നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാനായിട്ട്. നല്ല സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ശകലം പോലും ചെയറൊന്നും വെള്ളോട്ടും തള്ളി നിൽക്കാതെ നല്ല ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിലും കട്ടിലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി കട്ടിൽ, ബെഡ് കാര്യങ്ങൾ. വിലക്കുറവുകളുണ്ട്. നമ്മൾ കടയിൽ നിന്ന് അല്ലാതെ മേടിക്കുന്നതിനേക്കാളും കുറേ വിലക്കുറവുണ്ട്. ഇവർ നേരിട്ടുള്ള ഇതല്ലേ. അങ്ങനെ അത് അവിടുന്ന് പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് തുണികൾ കാര്യങ്ങൾ അങ്ങനെ കുറേ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളിവിടുന്ന് ബെഡ്ഷീറ്റ് മേടിച്ചായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റായിരുന്നു. നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓരോന്നും ഇങ്ങനെ നോക്കി അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഈ കുറേ ബ്യൂട്ടി ഇതായിട്ടുള്ള കാര്യങ്ങൾ ക്രീമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു. പുള്ളി തന്നെ പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഇതായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇത് തന്നെ ഡെമോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ എന്തായാലും നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനും ഒന്ന് നോക്കി. പക്ഷേ എന്നോട് ഞങ്ങളത് മേടിച്ചു കേട്ടോ. പുള്ളിയെ കൊണ്ട് അത്രയും ചെയ്യിപ്പിച്ച് പിന്നെ മേടിക്കാതിരിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചു. ഒരെണ്ണം മേടിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നുള്ള ഇതിൽ. പിന്നെ ഒരു സോപ്പല്ലേ നമുക്കിപ്പം വലിയ പക്ഷേ ക്രീമൊന്നും ഞങ്ങൾ ഇവിടുന്ന് എടുത്തില്ല കേട്ടോ. കാര്യം ഇതൊക്കെ എങ്ങനെയാണെന്ന് എന്നാന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ക്രീമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എടുത്തില്ല. എല്ലാം നോക്കിയും കണ്ടും ഇങ്ങ് പോന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ വ്യത്യാസം എനിക്ക് തോന്നി കയ്യിൽ. അങ്ങനെ വലിയ വ്യത്യാസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ചെറിയൊരു വ്യത്യാസം പോലെ തോന്നി. പിന്നെ അതങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ഒരെണ്ണം മേടിച്ചാൽ ഇപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ബെഡ്ഷീറ്റിൻ്റെ ഇതായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് കേട്ടോ. ഫാമിലി കോട്ടാണേലും പിന്നെ ഡബിൾ കോട്ടിൻ്റെ ഒക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, വലിയ വിലയില്ലാതായിരുന്നു. അവിടുന്ന് പിന്നെ ഒരു 4 ഷീറ്റൊക്കെ മേടിച്ച് അതെല്ലാം കഴിക്കണപ്പോഴത്തേക്കും നമ്മുടെ പഴയ കാലത്തെ മുട്ടായികളൊക്കെ ഇരിക്കുന്നു കേട്ടോ. അതെനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇത്രയും മുട്ടായി കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം ആ പഴമയുടെ ഒരിത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കൈ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്തു കേട്ടോ. ഞാനങ്ങനെ ഈ മുട്ടായിയോടൊന്നും എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഈ പഴയ കാലത്തൊക്കെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാരങ്ങ മുട്ടായി, ഒത്തിരി നാരങ്ങ മുട്ടായിയൊക്കെ പിന്നെയും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാത്ത സൈസൊക്കെ ആണെങ്കിൽ ഈ ബീഡി മുട്ടായി, പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു കട്ടി മുട്ടായി ഉണ്ടല്ലോ, കട്ടിയുടെ സൈസ് ഇങ്ങനെ ഈ
നമ്മൾ തൂക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കട്ടിയില്ലേ, കട്ടിയുടെ ഷേപ്പിലുള്ള അതൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞിലെയൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. ആ മുട്ടായൊക്കെ കണ്ട് അതൊക്കെ ഞാൻ കുറേയൊക്കെ ഇവിടെ നിന്ന് എടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അലുവ. അലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് സൈസായാലും എനിക്ക് കുഴപ്പമില്ല. അലുവയായിരുന്നാൽ മാത്രം മതി. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടുന്ന് അലുവയൊക്കെ കുറച്ച് അതും എല്ലാം മേടിച്ചു. അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ ഒരു ഐസ്ക്രീമും അവിടെ നിന്ന് വെച്ചു. പക്ഷേ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അതിനകത്ത് നമുക്ക് പുറത്തുള്ളതിനേക്കാളും നല്ല വില കൂടുതലായിരുന്നു അകത്തുനിന്ന് കഴിച്ചതിന്. പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നതല്ലേ, അപ്പം നമ്മൾ എന്നതിലൊക്കെ അവിടെ നിന്നൊക്കെ ഒന്ന് മേടിച്ച് എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ അലുവയൊക്കെ മേടിച്ച് ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വേറൊന്നും അങ്ങനെ ഒരുപാട് അങ്ങനെ മേടിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചു. ഈ പച്ചക്കറിയുടെ വിത്തുകൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. വഴുതനയുടെയും അത് പിന്നെ നമ്മുടെ ഏരിയ ആണല്ലോ അങ്ങനെയുള്ള സ്ഥലമൊക്കെ. അത് കണ്ടത് ചേട്ടൻ എന്നോട് പറഞ്ഞു, "ദേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വാങ്ങിക്കുന്നോ?" എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ചീരയുടെ വിത്ത്, ചീരയുടെ 2 സൈസ് ചീരയുടെ ഒക്കെ വിത്ത് ഞാൻ മേടിച്ചു. പിന്നെ മുളകിൻ്റെ മേടിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ അവിടുത്തെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഈ പച്ചക്കറി കുറച്ചൊക്കെ എടുത്തു. കാര്യം ഒത്തിരിയൊക്കെ വലിച്ചു വാരി അങ്ങ് എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തു. പിന്നെ അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം മേടിച്ച് അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീമിനൊക്കെ നല്ല വിലയായിരുന്നു. അവിടുന്ന് അതെല്ലാം മേടിച്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ പാനിപ്പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അവിടെ അത് കണ്ടിട്ടൊന്നും. എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്നതോ അതേസമയം ഞങ്ങൾ ഈ കാട്ടുമതക്ക അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് കണ്ടല്ലോ അവിടെ പാനിപ്പൂരിയൊക്കെ കണ്ടേ മേടിക്കാതെ അന്നേരം അവിടെ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ അന്ന് തന്നെ ചൂടോടി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഉണ്ടാക്കിയെല്ലാം വെച്ചേക്കാം. അപ്പോൾ കണ്ണൻ അത് വേണമെന്ന് അന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ട, ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവനത് വേണമെന്നും പറഞ്ഞ് മേടിച്ച്. അപ്പം അത് ഒരു സെറ്റെന്ന് പറഞ്ഞ് 7 എണ്ണമായിരുന്നു. അപ്പോൾ അത് മേടിച്ച് അത് കഴിക്കാണ്ട് കൊടുത്തു. ഒരുമാതിരി തണുത്ത് മരവിച്ചിരിക്കുന്ന സാധനം, ഒരു ടേസ്റ്റില്ല, ഭയങ്കര എരിവും ഒക്കെ ആയിട്ട്. അപ്പോൾ കണ്ണൻ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മേടിച്ച് കൊടുത്താണ്. അവിടെ വെച്ച് കഴിച്ചതിൻ്റെ യാതൊരു ടേസ്റ്റും എനിക്ക് തോന്നിയില്ല കേട്ടോ. അവിടെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ വെച്ച് ഒന്നിനും കൊള്ളില്ലാത്തായിരുന്നു. അപ്പോൾ അത് അവന് കൊടുത്തു. അവനത് 2 ഇത് കഴിച്ചേച്ച് പറഞ്ഞു ഭയങ്കര എരിവാണെന്നും പറഞ്ഞിട്ട്. അച്ചുവിന് കൊടുത്തത് ഒരെണ്ണേ അച്ചു കഴിച്ചുള്ളൂ. അച്ചു അതുപോലെ വായിലോട്ട് ഇട്ടേച്ച് ചവച്ച് തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്ത അവസ്ഥയിൽ അവൾ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വെളിയോട്ട് ഇറങ്ങിയിട്ട് തുപ്പിക്കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ കൊള്ളാവുന്നൊരു സ്ഥലമൊക്കെ നോക്കി അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി. അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിലൊന്നും കയറിയൊന്നുമില്ല. അവിടെയൊന്നും അതിൻ്റെ ഒന്നും വർക്കിങ് കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ ഒന്നും അധികം കയറാതിരിക്കുന്നത് നല്ല കാര്യം. ഇതൊക്കെ നല്ല കറക്റ്റാണോ അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊന്നും ഒന്നറിയത്ത് ചിലപ്പോൾ തലയും കുത്തി താഴെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടത്. അപ്പോൾ അച്ചു ആ തിന്നത് എവിടെ തുപ്പണം വായിലിട്ടുകൊണ്ടിരിക്കുക പാവം കേട്ടോ. ഞാൻ പറഞ്ഞു ആ വെള്ളത്തിലേക്ക് തുപ്പിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അതിലേക്ക് അവളെ അങ്ങ് തുപ്പിക്കളഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ റോഡിലോട്ട് വന്നേച്ച് ഇനി വീട്ടിലേക്ക് പോരാനായിട്ട് തുടങ്ങുവാണേ. ബാബുചേട്ടാ ഞാനല്ലേ വാങ്ങിച്ചത്, ബാബുചേട്ടൻ്റെ പ്രിയപ്പെട്ട മോനെ വാങ്ങിച്ചത്. നമ്മള് മോന് ഇഷ്ടപ്പെട്ടത് തിന്നോ മോൻ? എന്നിട്ട് ആ തിന്നോന്നോ അവന് ഇതിനൊക്കെ നല്ലായിരുന്നു അന്ന് നമ്മളെ കാട്ടുമേക്കാതിൽ നിന്ന് മേടിച്ചത്. അയ്യോ അന്ന് നല്ല മധുരം, അത് ഇപ്പോഴും എൻ്റെ വായിലുണ്ടായ ഒരു ടേസ്റ്റ്. നല്ല മധുരവും എരിവും പുളിയും നല്ല ചൂടായിരുന്നു. അത് ആ ചൂടായിരുന്നു, ഭയങ്കര നല്ല ചൂടോട് കൂടി അന്ന് കഴിച്ചത്. ഇത് ചുമ്മാ തണുത്ത് മരവിച്ചിരിക്കുന്ന സാധനത്തിനകത്ത് അത് അവർ ഒഴിച്ചു തന്നെ. അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു ഒരു ഗ്ലാസ്സിനകത്ത് തന്നെ നമ്മൾ തന്നെ ഒഴിച്ച് കഴിച്ചോളാന്ന് പറഞ്ഞാൽ മതി. അവരത് അതിനകത്തെല്ലാം ഒഴിച്ചു തന്നെ. അങ്ങനെ പ്രതീക്ഷിക്കാതെ പറയാതെ കൊണ്ടുവന്നിട്ട് സന്തോഷമായോ ചേട്ടാ? ചേട്ടന് സന്തോഷം? ചേട്ടന് ചിരിയില്ലല്ലോ മുഖത്ത്. ചേട്ടാ വന്നത് മുതലാക്കാതെ പോകാൻ പറ്റുമോ? ഒരു സാധനവും ഞങ്ങൾ ആവശ്യമില്ലാത്ത വാങ്ങിച്ചിട്ടില്ല, എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും. ഞങ്ങളങ്ങനെ വീട്ടിലൊക്കെ വന്നു കേട്ടോ. എന്നാ കട്ടിമുട്ടായി ഭയങ്കര കട്ടിയല്ലേ ഇതിനാ? ആ അങ്ങനത്തെ കട്ടിയത് അതിനാണ് കട്ടിമുട്ടായി. നല്ല ടേസ്റ്റാണ്, കടിച്ചു കൊടുക്കണം. അടിപൊളി. ആ പഴു പോവും. പൊട്ടിച്ച ബീഡി മുട്ടായി എന്ന് പറയുന്നത്, ബീഡി മുട്ടായി. ആ നിനക്ക് ബീഡി ഇഷ്ടമാണെന്ന് എനിക്കറിയാടാ. ലൈറ്റ് ഇടാ. ഇത് പഠിക്കും എന്താ പാടാ വെയിറ്റ് ഇടയ്ക്ക്.
എടാ അത് പൊട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല. അതിനകത്തോട്ടിട്ടോ ആ കവറിങ് തുറക്ക, എന്നിട്ടങ്ങ് വലിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അതാ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അത് തിന്നുന്നതല്ല, അത് അതേലെ കളിപ്പാട്ടമാ. ഈ സംഭവം സൗണ്ട് ഒക്കെ കണ്ടോ കണ്ടോ, ഇവൻ്റെ ഒക്കെ ശരിക്കുള്ള സ്വഭാവം കണ്ടോ. അയ്യോ അടിപൊളി ടേസ്റ്റ്. പണ്ട് ഞങ്ങൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഒരെണ്ണം കിട്ടാൻ കൊതിയാ. നിങ്ങൾക്കൊന്നും ഇതൊന്നുമില്ല, ചോക്ലേറ്റ് ഒക്കെ അല്ലേ ഇഷ്ടം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അയ്യോ കുഞ്ഞിലെ തിന്ന ഓർമ്മ വരുന്നു. ബാക്കി എടുത്ത് വെച്ചത് 2 ദിവസം കഴിയുമ്പോൾ കൊതി ആകുമ്പോഴത്തേക്ക് ഇനിയും കഴിക്കാം. വേണ്ട, മുട്ടായൊക്കെ തിന്ന് തൊണ്ടയൊക്കെ വല്ലാതെ കഴിക്കുന്നു. ഒത്തിരി മധുരം തിന്നു കേട്ടോ. മുട്ടായൊക്കെ പഴയ പണ്ടത്തെ കാലത്ത് മുട്ടായി കഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പ്രത്യേകത പോലെ തോന്നി. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ രാവിലെ ചെറുതായിട്ടൊന്ന് കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കടയിൽ പോക്ക് നടന്നൊന്നുമില്ല, പോയിട്ട് ഞങ്ങൾ വന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവേ.